നാടിനെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ ശിക്ഷാവിധി 1/15. 4 പേരെ കൂട്ടക്കൊല ചെയ്ത കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ശിക്ഷ വിധിക്കുക. 6 കേസ് പരിഗണിക്കുന്നത്. കേസിലെ ഏക പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ശാലിനി വിവരങ്ങൾ നൽകും. ശാലിനി, വിശദാംശങ്ങൾ. അനു സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെ നടുക്കിയ ഒരു കൂട്ടക്കൊലപാതക കേസിൽ ഇന്ന് നിർണായകമായിട്ടുള്ള വിധി വരാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് ഈ ശിക്ഷാവിധി പ്രസ്താവത്തിൽ അന്തിമവാദം ആരംഭിക്കുക, കേസ് പരിഗണിക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2017 ഏപ്രിൽ 5-ാം തീയതിയാണ് നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകം ഉണ്ടാകുന്നത്. അച്ഛനെയും അമ്മയെയും സഹോദരിയും ആദ്യം മഴു കൊണ്ട് ഉപദ്രവിച്ച് കൊലപ്പെടുത്തുക, അതിനുശേഷം ഇവരെ കൂട്ടിയിട്ട് കത്തിക്കുക. ഇതെല്ലാം കണ്ട അല്ലെങ്കിൽ ഇതിനൊക്കെ നേർസാക്ഷിയായിരുന്ന മറ്റൊരു ബന്ധുവിനെ, അടുത്ത ബന്ധു ലളിതയെ അവിടെ തന്നെ കൊന്ന് കൊലപ്പെടുത്തിയതിനു ശേഷം ബാത്റൂമിൽ സൂക്ഷിക്കുക. പുഴുവരിച്ച നിലയിലാണ് ഏപ്രിൽ 9-ാം തീയതി മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുക്കുന്നത്. ക്ലിഫ് ഹൗസിന് സമീപത്താണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നുള്ളത് അന്ന് വലിയ രീതിയിൽ ചർച്ചയാവുകയും സുരക്ഷയൊക്കെ ചർച്ച ചെയ്യപ്പെടുകയുമാണ്. അങ്ങനെ 8 വർഷങ്ങൾക്ക് വിചാരണ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് കേസിൽ നിർണായകമായിട്ടുള്ള വിധി പ്രസ്താവം നടക്കാൻ പോവുകയാണ്. അഡീഷണൽ സെഷൻസ് കോടതി 6 കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ജഡ്ജി കെ വിഷ്ണുവാണ് ഈ കേസിൽ വിധി പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം 92 പേജുള്ള കുറ്റപത്രം 1 വർഷങ്ങൾക്ക് മുൻപ് കോടതിയിൽ സമർപ്പിച്ചു. അതിനുശേഷം ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള വിധി വരാൻ പോവുകയും ചെയ്യുന്നത്. ശാസ്ത്രീയ തെളിവുകൾ, ഒപ്പം തന്നെ ജിൻസൺ രാജ ഈ കൊല നടത്തിയതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വഴികൾ, ഫ്ലിപ്കാർട്ട് വഴി മഴു വാങ്ങിയ കാര്യങ്ങൾ, ഇതടക്കമുള്ള രേഖകളെല്ലാം കണ്ടെത്തിയ ശേഷമാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള വിധി കോടതി പറയാൻ പോകുന്നത്. എന്നാലും കാത്തിരിക്കുകയാണ് ഈ ഒരു അരും കൊലയിൽ എന്ത് വിധിയായിരിക്കും സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളത്. പ്രോസിക്യൂഷൻ വാദിക്കുന്നത് പരമാവധി ശിക്ഷ, അതായത് വധശിക്ഷ തന്നെ ഈ പ്രതിക്ക് വാങ്ങി കൊടുക്കണം എന്നുള്ളതാണ്. മാനസിക രോഗത്തിന്റെ പേരിൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ പല ഘട്ടങ്ങളിൽ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും പ്രോസിക്യൂഷൻ കൃത്യമായി അത് വാദിച്ചിരുന്നു. മാനസിക രോഗമല്ല, പകരം അച്ഛനോടും അമ്മയോടുമുള്ള വൈരാഗ്യമാണ് ഈ ഒരു അരും കൊലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ കൃത്യമായി ശിക്ഷ, ഒരു മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. അതേസമയം പ്രതിഭാഗം വക്കീൽ വാദിച്ചിട്ടുള്ളത് കേസിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കണം, ഒപ്പം തന്നെ മാനസിക രോഗ്യം അടക്കമുള്ള കാര്യങ്ങൾ, പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജിൻസൺ രാജയ്ക്ക് ഇളവ് നൽകണമെന്നുള്ളതാണ് പ്രതിഭാഗം വാദിക്കുന്നതും. ആരുടെ ഭാഗമായിരിക്കും കോടതി കേൾക്കുക എന്നുള്ളത് ഉച്ചയ്ക്ക് 1:15 കൂടി കേൾക്കാം. എന്തായാലും മാറ്റിവെച്ച കേസ് ഇന്ന് അന്തിമ വിധി പ്രസ്താവം ഉണ്ടാകാൻ പോവുകയാണ്. കാത്തിരുന്ന നിർണായകമായ ഒരു കേസിൽ നിർണായകമായിട്ടുള്ള വിധി ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതി 6 ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 1:15 വേണ്ടി കാത്തിരിക്കുകയാണ് മനസാക്ഷി ഞെട്ടിച്ച ഈ കേസിന്റെ വിധി അറിയാനായി. അനു.